ഹായ് ഹലോ വെൽക്കം ടു ന്യൂട്ടൺസ്. നമ്മൾ ഇന്ന് ക്ലാസ് 10 ഹിന്ദി ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞു മിസ്സേ സൂപ്പർ എക്സാം ആയിരുന്നു, ഈസി ആയിരുന്നു. ആ എക്സാം ഈസി ആവാൻ റീസൺ എന്തായിരുന്നു? നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചത് കൊണ്ടാണ്. ഓക്കെ, നമുക്ക് വേഗം തന്നെ ആൻസേഴ്സ് നോക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ ഖിടുക്കി എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. എല്ലാവർക്കും അറിയുന്ന ഷോൾ ബേസിനെ വാലിൽ ഇടുക്കിയും പതിയും പത്നി എല്ലാം ഉള്ള ആ ഒരു സെക്ഷൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ആദ്യത്തെ ചോദ്യം, യുവതി ട്രെയിൻ മേ ക്യാ ബേച്ച് രഹി തീ? എന്താണ് യുവതി ട്രെയിനിൽ വിറ്റുകൊണ്ടിരുന്നത്? മിഠായി ആണോ, ഷോൾ ആണോ, പാനിയാണോ, സാഡിയാണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിട്ട് സാഡി എന്നൊക്കെ തോന്നും, പക്ഷെ നമുക്കറിയാം അത് ഷോൾ തന്നെയാണ്. യെസ്, അപ്പൊ നോക്കൂ, യുവതിക്ക് ആഖിം ക്യോം ബറായി. രണ്ടാമത്തെ ചോദ്യമാണ് അല്ലെ, യുവതിയുടെ കണ്ണുകൾ എന്തുകൊണ്ടാണ് നിറഞ്ഞത്? നമുക്കറിയാം ഘർക്കി അവസ്ഥ അല്ലെ, വീടിന്റെ അവസ്ഥ ഓർത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഷോൾക്കി കാം, അല്ലെങ്കിൽ എന്താ അതിന്റെ ദാം, അല്ലെങ്കിൽ എന്താ അതിന്റെ വില കുറഞ്ഞത് കൊണ്ട്, പൈസ കം ഹോനെക്ക് കാരണം. അതൊക്കെ എഴുതി കഴിഞ്ഞാൽ ആ രണ്ട് മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. യെസ്, ലഘുകഥയ്ക്ക് ഇസ് പ്രസംഗക്കെ ആധാർ പർ, ലഘുകഥയുടെ ചെറുകഥയുടെ ഈ ഒരു സിറ്റുവേഷൻ ആധാരമാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും പഠിച്ച ആ ചോദ്യമാണ് പടുക്കഥ. ഒരു പടുക്കഥയുടെ ഒരു ദൃശ്യം, ഒരു സീൻ റെഡിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈസിയാണ്. എന്തൊക്കെ ചേർക്കണം? ദൃശ്യം ഏക്കെന്ന് എഴുതുക ഏറ്റവും ആദ്യം, പിന്നെ പാത്രം എഴുതുക, സ്ഥാനം എഴുതുക, അവരുടെ ഉമ്ര എഴുതുക, വേഷഭൂഷ എഴുതുക, സന്ദർഭം എഴുതുക, അല്ലെങ്കിൽ വാതാവരണം എഴുതുക. എന്താണ്? ട്രെയിനിലാണ്, അല്ലെങ്കിൽ ഹോഷിയാർപൂർ തക് ജാനെ വാല ട്രെയിൻ എന്ന് എഴുതി കഴിഞ്ഞാലും ഓക്കെയാണ്. പിന്നെ അവരെല്ലാം സംസാരിച്ചിട്ടുള്ള കാര്യം നമുക്ക് ഇവിടെ തന്നെ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പതി, പത്നി, അല്ലെങ്കിൽ യുവതി എന്നൊക്കെ കൊടുത്ത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ദൃശ്യ സമാപ്തി എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 4 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈക്കു എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പിതാനെ ഢൂണ്ടി ലാഠിയാം ബുഡാപേ കി ദീഖ്തി നഹി. ബുഡാപേ കാ സമാനാർത്ഥ ശബ്ദ കോൺ സാ ഹെ? ബുഡാപ്പയുടെ സിനോണിം എന്താണ്? പര്യായ പദം എന്താണ്? യൗവനാണോ, ശൈശവാണോ, വൃദ്ധാവസ്ഥയാണോ, അല്ലെങ്കിൽ ബച്പനാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം ബുഡാപ്പേ, ബൂഢ ആദ്മി അല്ലെങ്കിൽ ബൂഢ ഹോന മതലബ് എന്താണ്? പ്രായമാവുക, വയസ്സാവുക, അത് വൃദ്ധാവസ്ഥ തന്നെയാണ്. യെസ്, ഓക്കെ ആണ്. ഇസ് ഹൈക്കു കാ സന്ദേശ് ക്യാ ഹെ? ഈ ഹൈക്കുവിന്റെ സന്ദേശം എന്താണ്, മെസ്സേജ് എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം ആശ്രയ് അല്ലെങ്കിൽ സഹാര, അത് തന്നെയാണ് ആശയം അല്ലെ. പിതാനെ ഢൂണ്ടി, പ്രായമായിട്ടുള്ള അച്ഛൻ അന്വേഷിച്ചു. എന്തന്വേഷിച്ചു? ലാഠിയാം, ലാഠിയാം ഢൂണ്ടി. ലാഠിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാരയാണ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പക്ഷെ ആ സഹാര ലഭിച്ചില്ല. മിൽത്തി നഹി എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് ഫുൾ ആയിട്ടും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 6ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് റെയിൻ ബസേരമേ എന്ന് പറയുന്ന നമ്മുടെ ലേഖകനും പാഗലാത്മിയും ചോട്ടുവും എല്ലാം ഉള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ചോദ്യം നോക്കുക. ലേഖക് കെ ഡർ കെ കാരൺ ക്യാ, അല്ലെ എന്താ ലേഖകൻ പേടിക്കാൻ കാരണം എന്താണ്? ക്യാ ക്യാ കാരൺ ഹെ, എന്തൊക്കെ കാരണങ്ങളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അല്ലെ, ആ പാഗലാത്മി, ആഗ്നി പാഗലാണെന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ ഓക്കെയാണ്, ഒരു മാർക്ക് സെറ്റായി. ഓക്കെ, പിന്നെ എന്താണ്? അദ്ദേഹം നമ്മളെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് കൊന്നു കളയും മാറിടേക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യം തന്നെയാണ്. നോക്ക്, ഇസ് പ്രസംഗ ആധാർ പർ, ഈ സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് ലേഖക് और പാഗലാത്മി के बीच की संभावित बातचीत लिखे. ലേഖകനും പാഗലാത്മിയും തമ്മിലുള്ള ഒരു ബാത്ചീത്ത്, കോൺവെർസേഷൻ എഴുതാനാണ് ചോദ്യം. അപ്പൊ എന്ത് എഴുതാം? സിമ്പിൾ ആയിട്ട് ഇവിടെ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എഴുതി കഴിഞ്ഞാൽ ആ സാധനം തന്നെ എഴുതുക. പിന്നെ എന്താ, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ? യെസ്, അത് തന്നെ സിമിലർ ആയിട്ടുള്ള ഓർ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുള്ളത്. ചോട്ടുവും ലേഖകനും തമ്മിലുള്ള ബാത്ചീത്താണ്. ഇതും നമ്മൾ എന്ത് ചെയ്യും? ഹം ക്യാ കരേങ്കി, നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം നമ്മുടെ ചോട്ടുവിന്. അപ്പൊ എന്താണ്? സബർ കരോ, വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്, സെറ്റ് ആണ്. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, മേരി ദുനിയാക്ക് ദമാം ബച്ചെ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് ഇനി നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത്. നോക്ക്, നീച്ചെ ദിയെ ഗയ പടേ, പ്രസ്താവ പടേ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ, പ്രസ്താവം എന്ന് പറഞ്ഞാല് പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക. സഹി വികൽപ്പ്, ശരിയായിട്ടുള്ള ഓപ്ഷൻ എടുത്തെഴുതുക. അതാണ് നമ്മുടെ ചോദ്യം. ബച്ചെ അപ്നെ ആസ് പാസ് കെ സബി പേട് കാട്നെ ചാത്തെ ഹെ, കാട്ന ചാത്തെ ഹെ, കുട്ടികൾക്ക് എല്ലാ പേടുകളും അല്ലെ എല്ലാ മരങ്ങളും നശിപ്പിക്കാൻ, വെട്ടി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആണോ? നമുക്കറിയാലോ അങ്ങനെയൊന്നുമല്ല. ബച്ചെ ഗിൽഹരി കോ ഗിൽഹരിയോ കോ ബഹുത് ചാത്തെ ഹെ, കുട്ടികൾക്ക് അണ്ണാറക്കണ്ണന്മാർ അല്ലെങ്കിൽ എന്താ സ്ക്വിറൽസിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്കറിയാം അല്ലെ. ബച്ചെ അപ്നെ സഹജീവിയോ കെ സാത്ത് ബഡാ ഹോനാ ചാത്താ ഹെ, തന്റെ സഹജീവികളോട് കൂടെ കുട്ടികൾക്ക് വളരാനാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ബച്ചെ ഹമേശ അപ്നെ ഘറോ കെ അന്തർ രഹനാ ചാത്തെ ഹെ, വീടുകളിലെ അകത്തിരിക്കാനാണ് ആഗ്രഹം. എങ്ങനെ കണ്ടുപിടിക്കാം? നോക്ക്, ഏക് ദിൻ തുമാരെ മെഹഫൂസ് ഘറോ സെ, മെഹഫൂസ് ഘറോ എന്ന് വെച്ചാൽ മക്കളെ ഈ ഷെൽട്ടർ ഹോംസ് ഒക്കെ ഇല്ലേ, ഈ വോർ എല്ലാം സംഭവിക്കുന്ന മെഹഫൂസ് ഘർ ഉണ്ട്, ഷെൽട്ടർ
ഷെൽട്ടർ ഹോംസുകൾ ഉണ്ട്, അതിൽ നിന്ന് കുട്ടികൾക്ക് പുറത്തേക്ക് വരും എന്ന് പറയാണ്. ഓർ പേട് പേ ഘോസ്ലെ ബനായെങ്കിൽ അവിടെ പേടുകളിൽ കുട്ടികൾ എന്തുണ്ടാക്കും, നെസ്റ്റുകൾ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. ഉന്നെ ഗിൽഹരിയം കാഫി പസന്ത് ഹേ, കുട്ടികൾക്ക് ഗിൽഹരിയം സ്ക്വിറൽസിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. വോ അപ്നെ സാത്ത് ഹി ബഡാ ഹോനെ, എന്താ കുട്ടികൾ അവരുടെ ഒപ്പം തന്നെ എന്താ വളരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏത് തന്നെയാണ് ശരി? ഇതാണോ മരം വെട്ടുന്നാണോ? അല്ല. അപ്പൊ എന്താണ് വീടിന്റെ അകത്തിരിക്കണം എന്നാണോ? അല്ല. അപ്പോ 2ഉം 3ഉമാണ് ശരിയായിട്ട് വരാം. ഓപ്ഷൻ ഗായാണ് കറക്റ്റ് ആയിട്ട് വരാം. യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. സമാനാശയ വാലി പങ്ക്തിയാം ഢൂണ്ടെ അല്ലെങ്കിൽ ചുൻകർ ലിഖേ, ശരിയായിട്ടുള്ള സമാനാർത്ഥം വരുന്ന ഒരുപോലെയുള്ള അർത്ഥം വരുന്ന വരികൾ കണ്ടെത്താനാണ്. ദുനിയാക്കെ തമാം ബच्चे एक दिन तुम्हारा नियंत्रण तोड़कर बाहर निकलेंगे, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ബാഹർ എന്നുള്ള വാക്ക് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കവിതയിൽ നോക്കാം. എവിടെയാണ് മക്കൾ? ഇതേ കിടക്കുന്നു ബാഹർ, ബാഹർ നിക്കലായെങ്കിൽ. അപ്പൊ ഈ 2 വരി നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെറ്റ് ആയിട്ട് മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ചോദ്യം. കവി ഓർ കവിത ക പരിചയ ദേത്തെ ഹുए കവിതാംശ का ആശയ ലിഖേ, കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ നിങ്ങൾ എഴുതാം യെസ് കവിത എന്ത് എഴുതുക? മേരി ദുനിയ കെ തമാം ബच्चे ഹേ, അല്ലെങ്കിൽ എന്താണ് മേരി ദുനിയ കെ തമാം ബच्चे നാമ കവിത അദ്നാൻ കഫീൽ ദർവേഷ് കെ ഹേ എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ 1 മാർക്ക് നമുക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്. എന്നിട്ട് എന്ത് എഴുതുക? ഈ കവിതാംശിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കുക. ഒരു ദിവസം ഏക് ദിൻ എന്താണ് ഈ മെഹഫൂസ് ഗർ അല്ലെങ്കിൽ യുദ്ധ കെ കാരൻ ഹോനെ വാലെ, ആ പ്രശ്നങ്ങളിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് വരും, കുട്ടികൾ നല്ലപോലെ ജീവിക്കുമെന്നെല്ലാം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സിമിലർ ക്വസ്റ്റ്യൻ ആണ് വിശ്ലേഷണാത്മക ടിപ്പണി. അതെന്ത് തന്നെയാണ്? അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ സന്ദേശങ്ങളാണ് കവിതയിലുള്ളത് അല്ലെങ്കിൽ പങ്ക്തിയാം ഈ വരികളിൽ ഉള്ളത് എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ സിമിലർ ആയിട്ടുള്ള മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, റെയിൻ ബസേരെ മേലെ വീണ്ടും ഒരു പാഠഭാഗം ചോദിച്ചിട്ടുണ്ട്. രാത് കോ ഏക് പാഗൽ നെ ഹമേ ബഹുത് പരേശാൻ കിയ, ഘണ്ടേ ഢേഡ് ഘണ്ടേ നോക്കുക, ഏക് തക് ഹമേ ധരാത്ത ധംകാത്ത. കണ്ടോ, നമുക്ക് നേരത്തെ എന്തുകൊണ്ടാണ് പേടിച്ചത് എന്ന് ചോദിച്ച ചോദ്യം, അതിന്റെ ഉത്തരം ഇവിടെ തന്നെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ അവിടെ ബുദ്ധി ഉപയോഗിക്കണം. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. നമുക്ക് കോഷ്ടക് के शब्द की मदद से വാക്യ വിസ്താർ കരെ. വാക്യ വിസ്താർ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണെന്ന് മിസ് നിങ്ങളോട് പറഞ്ഞാണ്, പാർവതി മിസ് പറഞ്ഞ ചോദ്യമാണ്. നോക്ക്, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. വാക്യ വിസ്താർ ഗുരു ക പാഗൽ ബട, സിമ്പിൾ ആണ്. പാഗൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്ത് എഴുതണം? പാഗലാത്മി എന്ന് എഴുതുക. ഓക്കെ, അപ്പോ ഒരു വരി സെറ്റായി. അപ്പൊ എന്താ? യെസ്, പാഗലാത്മീനെ ബഡ സമ്മാൻ കിയ. ഇവിടെ സമ്മാന്റെ മുമ്പില് ബഡ കൊടുക്കുക. അപ്പൊ പാഗലാത്മീനെ ബഡ സമ്മാൻ കിയ. വീണ്ടും ഗുരു ബാക്കിയുണ്ട്. എന്താ? പാഗലാത്മീനെ ഗുരു ക ബഡ സമ്മാൻ കിയ. അതായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12ാമത്തെ ചോദ്യം നോക്കുക. ആപ്കെ സ്കൂൾ മേം 2000 എന്താണ്? 26. ഓക്കെ, 26 സിതംബർ 5 को ഓക്കെ സെപ്റ്റംബർ 5 ശിക്ഷക് ദിവസ് സമാരോഹ് മനാനെ ജാ രഹാ ഹേ, അതായത് ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുകയാണ്. ഇസ്കെ ലിയെ പോസ്റ്റർ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റർ ബോക്സ് വേണം, പിന്നെന്ത് വേണം? പരിപാടിയുടെ പേര് അല്ലെ? എന്താ പരിപാടി? ശിക്ഷക് ദിവസ്, അതിവിടെ എഴുതാ. ശിക്ഷക് ദിവസ് എന്ന് എഴുതാ. സെറ്റാണ്. പിന്നെ എന്ത് എഴുതാ? സ്ഥാൻ വേണം, സ്ഥാൻ താരീഖ്. ഓക്കെ, സ്ഥാൻ താരീഖ് ഒക്കെ സെറ്റ് ആയിട്ട് എഴുതണം മക്കളെ. ഓക്കെ അല്ലേ? പിന്നെ സ്ഥലം വേണം, ഡേറ്റ് വേണം, പിന്നെ എന്ത് വേണം? സമയം വേണം. സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എഴുതാം. ഓക്കെ, സെറ്റ് ആണല്ലോ? ഓക്കെ ആണ്. പിന്നെന്താ? സബ്കാ സ്വാഗതം എന്ന് എഴുതാം. പിന്നെ ശിക്ഷക ദിവസം ആയതുകൊണ്ട് ഒരു ബുക്കിന്റെ പടമൊക്കെ വരച്ചു കഴിഞ്ഞാല് എന്താണ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അട്രാക്റ്റീവ് ആക്കുക, സിമ്പിൾ ആക്കുക, കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുക. ഓക്കെ അല്ലേ? സെറ്റ് ആണ്. യെസ് യെസ് യെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈറ്റ് ക്യാപ്പിലെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നീം കെ പേട് കെ നീച്ചെ ബാഠ്കർ കേശവനെ ക്യാ ക്യാ സോച്ചാ ഹോഗാ. കേശവ് എന്താണ് വേപ്പ് മരത്തിന്റെ താഴെ ഇരുന്ന് എന്തെല്ലാം ആലോചിച്ചിട്ടുണ്ടാകും? കുട്ടികൾ കളിക്കാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ? എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്താണ്? വീടിന്റെ പുറത്തിറങ്ങുന്നതിനെ എന്ത് ബാഹർ നിക്കല, ആ പുറത്തിറങ്ങുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവും. കോളനിയിലെ കുട്ടികൾ അവിടെ എന്താണ് ക്രിക്കറ്റ് കളിക്കുന്നത് ആലോചിച്ചിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി എഴുതി കഴിഞ്ഞാൽ എന്താണ് സെറ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. യെസ്. ഇസ് പ്രസംഗ കെ ആധാർ പർ കേശവ് की डायरी കൽപ്പന करके लिखे. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഈ പാസേജ് എന്താ? കേശവ് എന്നുള്ളതിൽ എന്താക്കാം? മേം എന്ന് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ഡയറി ആക്കാൻ നമുക്ക് പറ്റും. എല്ലാം പാസ്റ്റ് ടെൻസിലാക്കുക. എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താ? ആ
മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഡയറിയുടെ ഫോർമാറ്റ് താരീഖ് വേണം, ഓക്കെ, ദിനം വേണം, ദിനാങ്കം വേണം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്, ഓക്കെ ആണ്. പിന്നെ ഇസ് പ്രസംഗ കാ വർണ്ണൻ കർത്തെ ഹുए ദാദാജി കെ നാം കേശവ് കാ പത്ര ലിഖെ. ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യമാണ് കേട്ടോ. പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പക്ഷെ പുതിയ എന്താണ് ചോദ്യമാണ്. ഇങ്ങനെയുള്ളത് ചോദിച്ചിട്ടില്ല, പക്ഷെ പത്രം നമുക്കറിയാം. അപ്പൊ എന്ത് എഴുതണം? പത്ര എന്താണ്? ദാദാജിക്കാണ്. അപ്പൊ എന്താ? പ്യാരെ അല്ലെ, പ്രിയ ദാദാജി. ഓക്കെ, കോമ എഴുതാം. പിന്നെന്താ? ആപ് കേസേ ഹോ, മേ ഇധർ ഖുഷ് ഹൂം, മേ യഹാം ഖുഷ് ഹൂം എന്ന് എഴുതിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്തിട്ട് എന്ത് എഴുതാം? ആപ്കാ കേശവ് എന്ന് എഴുതുക. എന്താ? സേവാമേം നാം പത്ത എഴുതി കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. പുറത്തുനിന്നുള്ള ചോദ്യം സിമ്പിൾ ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ നോക്ക്. ഇസ് ഖണ്ഡ് കെ ലിയെ ഉചിത് ശീർഷക്. ശീർഷക് എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണ് കേട്ടോ, ഹെഡിങ് ആണ്. അപ്പൊ അടിപൊളിയായിട്ട് ഒരു ശീർഷകം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് കൊടുക്കാം? കശ്മീർ ധർത്തി കാ സ്വർഗ് കഹാ ജാതാ ഹെ. അപ്പൊ സിമ്പിൾ ആയിട്ട് എഴുതാം, കശ്മീർ ധർത്തി കാ സ്വർഗ്. അത് കൊടുത്താ പോരെ? വേറെ എന്തെങ്കിലും ആലോചിക്കാനുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ എന്താ വേണമെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് വേണമെങ്കിൽ എന്ത് എഴുതാം? കശ്മീർ ഹമാരാ സ്വർഗ് അങ്ങനെയും എഴുതാം. ഒരു ഹെഡിങ് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. നോക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉസ്മേം നിഹിത് സർവനാം കോൻസാ ഹെ. ഉസ്മേം എന്ന് പറയുന്നതിലെ സർവനാം എന്താണ്? സിമ്പിൾ ആണ്, ഇയാ ഊ, അത്രേ ഉള്ളൂ. ഈ ആണെങ്കിൽ യായിരിക്കും, ഊ ആണെങ്കിൽ വായായിരിക്കും. മത്ലബ് എന്ത് വരും? ഉസ്മേം എന്തായിരിക്കും? വായാണ്. അപ്പൊ മത്ലബ് വഹ് ആയിരിക്കും കേട്ടോ. അപ്പൊ വഹ് ആയിരിക്കും. ഓക്കെ അല്ലേ? വഹയാണ് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കാം, അതിന്റെ ഘാപ്പാട്ട് നോക്കാം. ഇസ് വാക്യക്ക് വിശേഷൻ ശബ്ദ ചുൻകർ ലിഖെ. ഈ വാക്യത്തിൽ നിന്ന് സേ എന്താണ്? വിശേഷൻ ശബ്ദ. വിശേഷൻ എപ്പോഴും ആദ്യമായിരിക്കും വരിക, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നോക്ക്, കശ്മീർ മേ ഊഞ്ചേ പഹാഡ് ഹെ. കശ്മീരിൽ ഉയരമുള്ള പഹാഡ്, മലനിരകളുണ്ട്, മലകളുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഉയരമുള്ളത് തന്നെയല്ലേ അവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ എന്താ? ഊഞ്ചേ, അതായിരിക്കും ആൻസർ ആയിട്ട് വരാം. ഓക്കെ അല്ലേ? സെറ്റ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കശ്മീർ കിസ്കെ ലിയെ ബഹുത് പ്രസിദ്ധ ഹെ. കശ്മീർ എന്തിനു വേണ്ടിയിട്ടാണ് ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ളത് എന്നാണ് ചോദ്യം. സേബ് കെ ലിയെ, ആം കെ ലിയെ, കേലെ കെ ലിയെ, സന്ത്രെ കെ ലിയെ. ഈസി ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, ആപ്പിളിനാണോ, മാംഗോനാണോ, പഴത്തിനാണോ, അല്ലെങ്കിൽ ഓറഞ്ചിനാണോ ചോദിച്ചിട്ടുള്ളത്? എല്ലാവർക്കും അറിയാം കാശ്മീർ എന്താണ്? ആപ്പിള്. ആപ്പിൾ തന്നെയാണ്. നോക്ക്, കശ്മീർ കെ സേബ് ദുനിയാ ഭർ മഷ്ഹൂർ ഹെ. കശ്മീരിലെ സേബ്, ആപ്പിൾ എന്ന് പറയുന്നത് ദുനിയാ ഭർ, ലോകമെമ്പാടും എന്താണ്? മഷ്ഹൂർ ആണ്, ഫേമസ് ആണ്, പ്രസിദ്ധമാണ് എന്ന് പറയുകയാണ്. സിമ്പിൾ അല്ലേ? ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? യെസ്. അപ്പൊ എന്താണ്? ഫസ്റ്റ് ആൻസർ ആക്കിയിട്ട് വരിക. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയെല്ലാം എന്റെ മക്കൾ എല്ലാവരും സെറ്റ് ആക്കിയിട്ട് പഠിച്ചിട്ട് പോയ കാര്യങ്ങളെല്ലാം വന്ന സന്തോഷം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എക്സാമിലെല്ലാം ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ ലൈവ് എല്ലാവരും തന്നെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.